പ്രേമേ, ഈ സർക്കാരെ അടുത്ത ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് ഏതാണ്ടൊരു ഉടായ്പ് പരിപാടി കാണിക്കാൻ പോകുന്നതാണ്. കണ്ണിപ്പൊടിയിടുന്നതാണ് ഈ ഉടായ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ എന്തോ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നില്ല പ്രേമേ? അതായത് CPM-ൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി, എത്ര വലിയ സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടായെങ്കിലും ഒരു കിറ്റും കുറച്ച് ക്ഷേമ പെൻഷനും കൊടുത്താൽ കാര്യം സെറ്റാക്കാം എന്നുള്ളതാണ് ഒരു പൊതു ലൈൻ. പറ്റിക്കാം. അതായത് ജനത്തിന്റെ കണ്ണിൽ അതായത് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുക, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ സന്തോഷരാകും എന്നൊരു പൊതു കാഴ്ചപ്പാടുണ്ട്. അത് രണ്ട് തവണയായിട്ട് പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ച് ഇപ്പോൾ പുതിയൊരു പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം അത് സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതാണ്. അത് വർദ്ധിപ്പിക്കാൻ എന്ത് നടപടി എടുക്കുമെന്ന് ധനമന്ത്രി തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അടുത്ത കോടാലി എടുത്ത് ധനമന്ത്രിയുടെ തലയിലോട്ട് വെച്ചു കൊടുത്തേക്കുന്നത്. അതിൻ്റെ പേരാണ് ഉറപ്പായ പെൻഷൻ പദ്ധതി. ഇപ്പം നിലവിൽ നമുക്ക് ഈ സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് നിലവിലുള്ളത്. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഈ ഉറപ്പായ അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൽ വേറൊരു തരത്തിലുള്ളൊരു പെൻഷൻ പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെ പേര് UPS അഥവാ ഏകീകൃത പെൻഷൻ പദ്ധതി എന്നാണ്. ഏകീകൃത പെൻഷൻ പദ്ധതിയാണ് കേന്ദ്രത്തിലുള്ളത്. അപ്പോൾ അതിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ടാണ് ഇവിടെ ഇപ്പോൾ അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പം ഇതിന് ഘടനാപരമായി തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയിൽ ഒന്നാമത് പറയുന്നത് സർക്കാരിൻ്റെ വിഹിതം നിശ്ചിത ശതമാനമായിരിക്കും. ഒരു പരിധിയിൽ കൂടുതൽ സർക്കാർ പെൻഷൻ പദ്ധതിക്ക് കാശ് മുടക്കില്ല. ഇതിൽ മാറ്റം ഉണ്ടാവില്ല. അതിൽ മാറ്റം ഉണ്ടാകാൻ ഇപ്പോൾ ഒരു 10% നിശ്ചയിക്കുന്നതെങ്കിൽ ആ 10% തന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ. പിന്നെ ജീവനക്കാർക്ക് നിശ്ചയിക്കുന്ന തുകയ്ക്ക് പുറമെ അധിക തുക നൽകാൻ അവസരമുണ്ടാവും. അവർക്ക് അധിക പെൻഷന് അവസരം. അതായത് ഈ പെൻഷൻ പദ്ധതിയിലേക്ക് നമ്മൾ ഗുണഭോക്തൃ വിഹിതം അടയ്ക്കണമല്ലോ, അതിനെയാണല്ലോ ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയാം. അപ്പൊ അതേപോലെ ഇവിടെ നമുക്കൊരു നിശ്ചിത തുക അടയ്ക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ നമ്മൾ പൈസ അടച്ചാൽ കൂടുതൽ പെൻഷൻ കിട്ടും. ഇപ്പൊ നല്ല രീതിയിൽ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഇപ്പൊ 1000 രൂപ അടയ്ക്കേണ്ടത് ഉള്ളെങ്കിൽ നല്ല ശമ്പളമുള്ള ആൾക്ക് വേണമെങ്കിൽ ഒരു 5000 രൂപ വരെയൊക്കെ അടയ്ക്കാം. അപ്പൊ അതിന്റെ ഗുണം റിട്ടയർ ചെയ്തതിന് ശേഷം കിട്ടും. പിന്നെ മൂന്നാമത്തെ വ്യവസ്ഥ, ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച 3 സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്താനേ ജീവനക്കാർക്കാവും. ഇത് മാറ്റി ജീവനക്കാർക്ക് നിക്ഷേപക സ്ഥാപനം തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. ഈ എല്ലാ പെൻഷൻ പദ്ധതിയിലും സമാഹരിക്കുന്ന തുക ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാതെ നിവൃത്തിയില്ല. കാര്യം അത് വേണം. അതിപ്പോ നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ഇതാണ് ഈ പുതിയ പെൻഷൻ പദ്ധതിയുടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇനി കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന ഒരു പെൻഷൻ പദ്ധതി ഉണ്ടല്ലോ, അതിന് ബദലായിട്ടാണല്ലോ ഇവർ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇനി കേന്ദ്രത്തിന്റെ പദ്ധതിയുടെ പ്രത്യേകത എന്തെന്നാൽ കേന്ദ്ര സർക്കാർ സംഭാവന കേന്ദ്ര സർക്കാരിന്റെ സംഭാവന അടിസ്ഥാന ശമ്പളത്തിന്റെ 18.5%. അതായത് അടിസ്ഥാന ശമ്പളത്തിന്റെ 18% കേന്ദ്ര സർക്കാർ നമ്മളെ. അതെ, അതായത് ഇപ്പൊ 1000 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ 185 രൂപ കേന്ദ്ര സർക്കാർ വിഹിതമായിട്ട് പെൻഷൻ പദ്ധതിയിൽ ഉണ്ടാവും. പിന്നെ ജീവനക്കാരുടെ സംഭാവന 10%. അപ്പൊ അതിൽ കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ. അതെ, കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ വിഹിതം ഒരു 8.5% അധികം കൊടുക്കുമ്പോൾ നമ്മൾ 10% കൊടുത്താൽ മതി. പെൻഷൻ യോഗ്യത 25 വർഷത്തെ സേവനം. 25 വർഷമെങ്കിലും സർവീസ് പെൻഷൻ കിട്ടുള്ളൂ. പിന്നെ അവസാന 12 മാസം വാങ്ങിയ ശമ്പളത്തിന്റെ ശരാശരിയുടെ 50% കണക്കാക്കിയുള്ള തുക പെൻഷൻ തുക നൽകും. അതായത് അവസാന വർഷം അങ്ങനെ കൊടുക്കുക. ഇപ്പൊ 55 വർഷം സർവീസ് ഉണ്ടെങ്കിൽ 55ാമത്തെ വയസ്സിൽ ഒരു വർഷം വാങ്ങിയ ശമ്പളം എത്രയാണോ അതിന്റെ പകുതി, അതിന്റെ ശരാശരിയുടെ പകുതി അതായിരിക്കും പെൻഷൻ തുകയായിട്ട് കിട്ടുക. ഇനി ഈ പെൻഷൻ ആനുകൂല്യം പറ്റിയ ആൾ മരണപ്പെട്ടു പോയാൽ ആശ്രിതർക്ക് ആ പെൻഷൻ തുകയുടെ 60% കിട്ടും. ഇതാണ് കേന്ദ്ര പദ്ധതി. അപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ 2 പദ്ധതികളും തമ്മിൽ ആട് വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ പദ്ധതിയും കേരളത്തിന്റെ പദ്ധതിയും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയം കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് പറയാം, പ്രേമന മനസ്സിലാക്കി കാണും. അതെ, അതായത് പ്രത്യക്ഷത്തിൽ ഈ മറ്റേ കടലാസിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് കൈപ്പൊള്ള മിഠായി കൊടുത്താലും കടലാസിന്റെ ഭംഗി കൊണ്ട് നമ്മളതങ്ങ് വാങ്ങും. ആ ഒരു ടെക്നിക്കാണ് ഇതിൽ ഉപയോഗിച്ചതെന്ന് ഒരു പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടും. കാര്യം ഇതിന്റെ ബാധ്യത ഏറിയ പങ്കും വരുന്നത് അത് കേന്ദ്ര പദ്ധതി. ഈ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയിൽ കൂടുതൽ പെൻഷൻ വേണമെങ്കിൽ കൂടുതൽ പൈസ നമുക്ക് ആനുകൂല്യം നമ്മൾ തന്നെ പകുതി കാശ് കൊടുക്കണം. സർക്കാരിന് ഇതിൽ യാതൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത്. അതെ, എത്ര ശതമാനം? ഒരു 8%. അതെ, അതായത് സർക്കാരിന്റെ വിഹിതം ഒരു നിശ്ചിതമാണ്. അത് എത്രയാണ് അതിന്റെ നിരക്കെന്നുള്ളത് ഇപ്പൊ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിന്റെ വിശദമായ പദ്ധതി രേഖ ഇനി വരാനിരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ അത്
ഒരു ഓപ്പൺ ഡിബേറ്റിന് ഇനി വിധേയമായതിനു ശേഷം, കാര്യം ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊന്നും നടപ്പിലാക്കാൻ ഒക്കില്ല, ആലോചന മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അല്ല, ഇതിലെ പ്രേമം, ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് തദ്ദേശ ഇലക്ഷന് മുമ്പല്ലേ ഇത് പറയുന്നത്? അതെ. ഈ സ്കീമിനെ സംബന്ധിച്ച് ഇനി തദ്ദേശ ഇലക്ഷന് ഒക്ടോബർ ഉണ്ട്. ഈ ഒക്ടോബർ വരെ ഇത് ദിവസവും പത്രത്തിൽ ഒരു വാർത്തയായി തന്നെ വന്നുകൊണ്ടിരിക്കും. ഇത് ആൾക്കാരുടെ ഇടയിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കും. കാര്യം ഒന്ന്, ഈ പെൻഷൻ അർഹതയില്ലാത്ത ഇവരുടെ തന്നെ പാർട്ടിക്കാർ, CPM എന്ന് പറയുന്ന പാർട്ടിക്കാർ തന്നെ പെൻഷൻ അർഹതയില്ലാത്തവർ നിരവധി പേര് ഇത് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും. അതിപ്പോൾ കൈയോടെ പിടിച്ചിട്ട് പാർട്ടിക്കാരായതുകൊണ്ട് അത് ആരും അറിയാതെ സോൾവ് ചെയ്ത് അതൊക്കെ അങ്ങ് ഒതുക്കി തീർത്തിട്ടുണ്ട്. അത് ബാലഗോപാലിനോട് ചോദിച്ചാൽ ആ സംഗതി തീർന്നല്ലോ, പിന്നെ ഇനി എന്തിനു പറയണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേപോലെ ഈ കേസ് അടുത്ത തദ്ദേശ ഇലക്ഷൻ വരുന്നതിന് മുന്നേ ഇതിൽ ഈ പങ്കാളിത്ത പെൻഷൻ പോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ എത്ര പേരുണ്ട് ഒരു 45 വയസ്സ് അല്ലെങ്കിൽ പോട്ടെ 45-ന് ശേഷം ഉള്ളവരല്ലേ ഇവിടെയുള്ളൂ, ബാക്കി ചെറുപ്പക്കാരിവിടെ എത്രയുണ്ട്? നിങ്ങളുടെ കുടുംബത്തിലെങ്കിലും കാണും ഒരു കുട്ടിയെങ്കിലും വിദേശത്ത് പോയിരിക്കുന്നത്. പാവം ഈ കുട്ടികൾ അവിടെ പോയി എങ്ങനെയാണ് പഠിക്കുന്നത്? ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന കാശിനേക്കാൾ ഉപരി അവർ കാറ് കഴുകി ഹോട്ടലിൽ പണിയെടുത്ത് ഇവിടുത്തെ ഊബർ പോലുള്ള ജോലി ചെയ്തൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. കാര്യം സ്വന്തം ഭാവിയെക്കുറിച്ച് അവർക്ക് ഇവിടുത്തെ അളിഞ്ഞ രാഷ്ട്രീയം കളിക്കാൻ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഇനി ഇവിടെ 45 വയസ്സ് 50 വയസ്സിന് ശേഷമുള്ള വൃദ്ധന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ വൃദ്ധന്മാരെ വോട്ടാണ് ഇവർ കണക്കാക്കുന്നത്, അല്ലേ? ഈ വൃദ്ധന്മാരുടെ വോട്ട് കണക്കാക്കാനാണ് ഈ കാണുന്ന എല്ലാ ഗുണ്ടാമണ്ടിയും കാണിക്കുന്നത്. ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞ് പങ്കാളിത്ത പെൻഷൻ ചുവപ്പ് നാളെ വീണോ ഇല്ലേ? വീണ്, അല്ലേ? ഇനി അടുത്ത വരാൻ പോകുന്ന ഈ ആശയം ആരെ തലയിൽ ഉദിച്ചതായിരുന്നാലും ഇത് വരുന്നത് അത്രയും നമ്മൾ ഉപഭോക്താവിൻ്റെതാണ്. ഇപ്പൊ എനിക്കോ പ്രേമിനോ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ സർക്കാർ ജോലിയിൽ നമുക്ക് മാസം തോറും കിട്ടുന്ന എമൗണ്ടിന്റെ എത്രയോ പെർസെന്റേജ് ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇതിൽ വേറൊരു സംഗതി കൂടിയുണ്ട്. അതായത് അതൊരു കമ്മ്യൂണിസ്റ്റ് നയമല്ല, അതുകൂടി പറയണമല്ലോ. കാരണം അതായത് ഈ പെൻഷൻ എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ആയാലും ശരി, സർവീസ്, അതായത് നമ്മുടെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന പെൻഷൻ ആയാലും ശരി, അതൊട്ടും പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. എന്ത് പ്രൊഡക്ഷനാ? അതെ, അതായത് ഇതൊരു ബാധ്യതയാണ് സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഖജനാവിനെ സംബന്ധിച്ച് പെൻഷൻ എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ്. അത് പരമാവധി ചുരുക്കണമെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരിക്കലും അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ പരിഷ്കരണ നടപടികളെയൊക്കെ നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നയമായിരുന്നു പൊതുവെ സ്വീകരിക്കപ്പെട്ടിരുന്നത്. കാര്യം അർഹതമായ പെൻഷൻ കൊടുക്കണം. ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷനൊക്കെ തന്നെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ച പ്രഖ്യാപനമൊക്കെ വന്നത് ആ രീതിയിലാണ്. പക്ഷെ കൊടുക്കാൻ ഇപ്പോൾ പണമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. പണം ഇവിടെ കണ്ടില്ലേ? ഈ കണ്ട യാത്രയൊക്കെ ഇദ്ദേഹത്തിന്റെ ഒന്ന് നവകേരള യാത്രയ്ക്ക് ചിലവാക്കിയ കാശ്, രണ്ട് ആ നവകേരള യാത്രയ്ക്ക് എത്രയോ സ്കൂളിന്റെ മതിലുകൾ ഈ രാജാവ് വരണം എന്ന് പറഞ്ഞ് പൊളിച്ച് ഇടിച്ചെടുത്ത് കളഞ്ഞ് എന്നിട്ട് അത് രണ്ടാമത് കെട്ടിക്കൊടുത്താ. അതിന്റെ കാശ് ആരത്? എന്റെയോ നിങ്ങളുടെയോ? അതെ, അല്ലേ? ശേഷം ഇപ്പോൾ നടക്കുന്ന കൂത്ത് എന്താണ്? ഈ 4 കൊല്ലം ഇയാൾ ഇവിടെ തേനും പാലും ഒഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ? ഈ റോഡ് പണി എല്ലാം കൊണ്ട് താഴെ പോയപ്പോഴത്തേക്ക് ഞങ്ങളല്ല കേന്ദ്രമാണെന്ന് പറഞ്ഞില്ലേ? പൊളിയാത്ത ഭാഗം ഞങ്ങളാണെന്ന് പറഞ്ഞില്ലേ? വെന്തടം തിന്നിട്ട് വേവാത്രം കളയാന്നൊക്കെ പറയുന്ന പോലെ. ഏതായാലും ഇതിനകത്തൊന്നും തന്നെ ഇല്ല. ഇവർക്ക് വോട്ട് കിട്ടണം. അടുത്ത കുറച്ച് കള്ളം പറഞ്ഞ് തദ്ദേശ ഇലക്ഷനിൽ ഈ 50 വയസ്സ് കഴിഞ്ഞവരെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടൊരു പത്രവാർത്ത. ഈ ഒരു പത്രവാർത്തയുടെ ചൂട് പിടിച്ചുകൊണ്ട് ഇനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഒക്ടോബറിലാണ്. അതുവരെ ഇങ്ങനെ കുറേ വാർത്തകൾ വരും. അതിലേക്ക് ആൾക്കാർ ദാ വീണ് വാർത്ത വന്ന് ദാ വീണ് എന്ന് പറയും. പത്രങ്ങൾക്ക് പോലും ഈ വാർത്ത നേരെ. ഇത് ഒരു പത്രപ്രവർത്തകനായത് കൊണ്ടാണ് പ്രേമൻ ഇത് വായിച്ചപ്പോൾ മനസ്സിലായത്. ഒരു സാധാരണക്കാരൻ ഇത് വായിച്ചാൽ ഉച്ചയും കുത്തിയിരുന്ന് വായിച്ചാൽ ഈ സാധനം പിടികിട്ടൂല. അത് ഉറപ്പായിട്ടും, അല്ലേ? ഒരാൾ സാധാരണക്കാരനായ ഒരാൾ ഇതിൽ ഹൈലൈറ്റഡ് പോർഷൻ വായിച്ചാൽ ഉച്ചയും കുത്തിയിരുന്നാൽ കിട്ടുമോ? ഇത്ര പെർസെൻറ്റേജ് അങ്ങോട്ട് പോകണം, ഇത്ര പെർസെൻറ്റേജ് ഇങ്ങോട്ട് വരണം. അതിൻ്റെ റിപ്പോർട്ടർ ബൈലൈൻ സ്റ്റോറിയാണ്. അതെ അതെ അതെ, അല്ലേ? ഒരു ബൈലൈൻ സ്റ്റോറിയാണ്. എന്നിട്ട് ആ സാധനം നമുക്ക് മനസ്സിലായോ? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെയും ഇപ്പം നമ്മൾ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞു, ഒരു കിറ്റ് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഇവരെയൊക്കെ വരുതി വീഴ്ത്താം. ഇവിടെ സർക്കാർ ഓരോ ഗുണ്ടാമണ്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ പോലീസ് സേനയെ ഉണ്ടാക്കിയിട്ടുണ്ട്. SIT എന്നൊരു അന്വേഷണ സംഘത്തിന് ഞങ്ങൾ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. SIT എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഗതിയാണ്. ഇപ്പോൾ കണ്ണൂർ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണത്തിന് SIT സംഘടന അന്വേഷിക്കും. ഒന്നുമില്ല. ഈ മേലാഫീസർമാരെ വീട്ടിൽ തുണി കഴുകുന്ന ഓഫീസർമാരും പിന്നെ മന്ത്രിമാരുടെ അവിടുത്തെ MLA മാർക്കും കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും വിടുപണി ചെയ്യുന്ന പോലീസുകാരാണ് അതെല്ലാം ചെയ്തത്. ഒരു ശശിയും ഒരു കോവാലനും ഒരു കോവിന്ദനും ആയിരിക്കും ആ SITയിലുള്ളത്, അല്ലയോ? ഏതായാലും നമുക്ക് ഇത്രേ ഇതിൽ പറയാനുള്ളൂ. ഇത് നമ്മൾ ഒരു വേള ഒന്നുകൂടെ നമ്മൾ ഇരുത്തി വായിച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞതിൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾ ഇത് പറഞ്ഞു തരാം. നിങ്ങൾ പറ്റിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം, അല്ലേ? ഈ പെൻഷൻ സംഗതി അത്രയും നമുക്ക് പറയാൻ കഴിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.